ഇപ്പോൾ എന്നെ ഞാൻ ഷൈൻ ടീച്ചറാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം മിക്കവാറും വരുന്നില്ല. മൂന്നാം ഘട്ട പ്രചരണം ഏതാണ്ട് കഴിയാറായി. നല്ല ശുഭപ്രതീക്ഷയിലാണ്. വിജയം എന്തായാലും LDF ഉണ്ടാകും. UDF കോട്ടയായിരുന്നത് ജനങ്ങൾ ആ നയം തിരുത്തി. അതെ, ജനങ്ങൾ സ്വീകരിക്കും. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറാണ് നമുക്കൊപ്പം ചേരുന്നത്. രാവിലെ തന്നെ പെസഹ ദിനത്തിൽ പ്രചാരണം നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ ആളുകളെ കാണാനൊക്കെ കഴിയുന്നുണ്ട്. അതെ, ഇന്ന് ഏറ്റവും മഹത്തായ ഒരു ദിനത്തിൻ്റെ ഓർമ്മയാണ്. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിയ ജീസസ് ക്രൈസ്റ്റ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന മഹത്തായ സന്ദേശം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് എക്കാലവും ആവശ്യമായ ഒരു സന്ദേശം നൽകിയതാണ്. മാത്രവുമല്ല, നമ്മുടെ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കളാവട്ടെ, മത സാമൂഹ്യ സാമുദായിക നേതാക്കന്മാരാകട്ടെ, അവർക്കെല്ലാം കൊടുക്കുന്ന മറ്റൊരു സന്ദേശം യജമാനനാകുമ്പോൾ ദാസനാവണം, സ്നേഹിതനാവാൻ കഴിയണം. അപ്പോൾ യജമാനൻ ദാസനും സ്നേഹിക്കുന്ന ആളുമാകണം, ദാസനുമാകണം, സ്നേഹിക്കുന്ന ആളുമാകണം എന്നൊരു സന്ദേശം നൽകിയ. അത് നമുക്കറിയാം, കാൽ കഴുകൽ ശുശ്രൂഷയിലൂടെ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ടാണ് ഈ സന്ദേശം ലോകം മുഴുവനുമുള്ള ആളുകൾക്ക് നൽകിയത്. അതും ഒരു മതനിരപേക്ഷയുടെ സന്ദേശമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പെസഹാ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നന്മയും നേരുകയാണ്. നല്ല രീതിയിൽ പ്രചരണം പോകുന്നു എല്ലായിടത്തും. ഒരു ചൂടിലേക്ക് കടന്നോ, രണ്ടാം ഘട്ടത്തിലേക്കൊക്കെ കടന്നോ? ഏത് തരത്തിലാണ് ഇപ്പോൾ ഉള്ള പ്രചാരണം പോകുന്നത്? ഇപ്പോൾ ആദ്യം ഒരു ഘട്ടത്തിൽ മണ്ഡലം മുഴുവൻ ഒന്ന് റൗണ്ട് ചെയ്യാൻ കഴിഞ്ഞു, എല്ലായിടത്തും പോസ്റ്ററുകളൊക്കെ എത്തി. ഒരു ഷൈൻ ടീച്ചർ പറവൂരിൽ നിന്നൊരു സ്ഥലത്തുനിന്ന് എറണാകുളത്തിൻ്റെ മധ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ തരത്തിലൊരു അപരിചിതത്വത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ മാറിയോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രചരണം? അതൊക്കെ മാറി. ഏറ്റവും ആദ്യം ഇപ്പോൾ ഞങ്ങളൊരു മൂന്നാം ഘട്ട പ്രചരണം ഏതാണ്ട് കഴിയാറായി. ആദ്യഘട്ടത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറവൂർ സുപരിചിതയായതുപോലുള്ളൊരു പരിചിതമായ ഒരവസ്ഥ മറ്റ് മേഖലയിലില്ല. എന്നാൽ എറണാകുളം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിൽ എൻ്റേതായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അറിയുന്ന ഒട്ടേറെ പേരുണ്ട് താനും. അപ്പോൾ ആദ്യത്തെ പ്രചരണം, പോസ്റ്റർ പ്രചരണമൊക്കെ ഞങ്ങളുടെ പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ എല്ലായിടത്തും അത്തരം പ്രചരണങ്ങൾ നടന്നു, മതിലെഴുത്തും ഒക്കെ നടന്നു. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ജനങ്ങളിലേക്കുള്ളൊരു റീച്ച് ലഭിച്ചു. രണ്ടാം ഘട്ടത്തിൽ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും നേതാക്കന്മാരെയും ഒക്കെ കാണുന്ന പ്രവർത്തനമാണ് നടന്നത്. അതിനിടയിൽ പൊതുജനങ്ങളെയും കിട്ടുന്ന അവസരത്തിൽ കാണുന്ന സാഹചര്യം നടന്നു. എല്ലാ റൗണ്ടും, ആ രണ്ടാമത്തെ റൗണ്ടും പൂർത്തിയായി. ഇപ്പോൾ എന്നെ ഞാൻ ഷൈൻ ടീച്ചറാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം മിക്കവാറും വരുന്നില്ല. അപൂർവം ചിലർക്ക് മാത്രം, ചിലപ്പോൾ TV കാണാത്തവരോ വാർത്ത വായിക്കാത്തവരോ ആയിട്ടുള്ളവർക്ക് ഉണ്ടാവാം. പക്ഷേ എല്ലാവരും ഞാൻ ഷൈൻ ടീച്ചറാണ് എന്ന് ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ് ശീലിച്ച കാര്യം വീണ്ടും പറയുമ്പോൾ അവർ ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ രീതിയിലേക്ക് നല്ല ശുഭപ്രതീക്ഷയിലാണ്. വിജയം എന്തായാലും LDF ഉണ്ടാകും. ജനങ്ങൾ UDF സംബന്ധിച്ചിടത്തോളം മറ്റെല്ലായിടത്തും എന്ത് പ്രശ്നങ്ങളുണ്ടല്ലോ, എറണാകുളം ജില്ല അവരുടെ ഒരു കോട്ടയായി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ അതിന് ഏത് തരത്തിലാണ് അതിനെ കാണുന്നത്? അത് മറികടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ഗുണകരമാകണമെങ്കിൽ തീർച്ചയായും മാറ്റം അനിവാര്യമാണ്. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്നെ ജനങ്ങൾ ജയിപ്പിക്കും എന്നുള്ള തോന്നൽ ഒരു കാരണവശാലും ജനാധിപത്യത്തിന് ഗുണം ചെയ്യില്ല, ജനങ്ങൾക്കും ഗുണം ചെയ്യില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പല മണ്ഡലങ്ങളും, ഇപ്പോൾ വട്ടിയൂർക്കാവ് മുതൽ നിലമ്പൂർ മുതൽ ഒക്കെയുള്ള മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ UDF കോട്ടയായിരുന്നത് ജനങ്ങൾ ആ നയം തിരുത്തി. ഒരു പ്രഷർ ഗ്രൂപ്പായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങൾക്ക് രാഷ്ട്രീയ മേഖലയിൽ മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും ഈ മണ്ഡലത്തിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ജനങ്ങൾ സ്വീകരിക്കും. ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, ഈ മണ്ഡലത്തിലെ മാറ്റത്തിന് വേണ്ടി LDF കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസം. മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു പ്രചാരണത്തിന് എത്തും, അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? മുഖ്യമന്ത്രി എത്തും. ഇപ്പോൾ 4-ാം തീയതി മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ട്, ചെറായിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. എല്ലാ നേതാക്കന്മാരും പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വരും. സാധാരണ ജനങ്ങൾ എൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി എൻ്റെ കൂടെയുണ്ട്. അതൊരു പക്ഷേ ഇന്നലെ വരെ വലതുപക്ഷത്ത് നിന്ന സഹോദരന്മാരടക്കം നമ്മളെ സഹായിക്കുന്ന വളരെ ആവേശകരമായ ആത്മവിശ്വാസം തരുന്ന ഒരു അനുഭവമാണ് ലഭിക്കുന്നത്. എന്തായാലും പ്രചാരണം കുറേ കൂടെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാവിധ വിജയാശംസകളും ഈ ഒരു പ്രത്യേകിച്ചൊരു വിശേഷപ്പെട്ട ഒരു ദിവസം. അതെ, താങ്ക് യു.